സൂചിപ്പിച്ചതുപോലെ മഴക്കാലത്ത് ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലാവുകയും ശിവലിംഗം വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യുന്നു. അതിനാൽ മഴക്കാലത്ത് പൂജകൾ നടത്തുന്നതിന് നദിക്കരയിൽ ഒരു ചെറിയ ക്ഷേത്രം പണിയാൻ ഊരായ്മ നമ്പൂതിരിമാർ തീരുമാനിച്ചു. ബാലക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. പ്രകൃതിയിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈ ക്ഷേത്രം നിരവധി വെള്ളപ്പൊക്കങ്ങളെ അതിജീവിച്ചു. അതിന്റെ അടിത്തറയും ഘടനയും സംബന്ധിച്ച് വാസ്തുശില്പികൾക്ക് ഇപ്പോഴും ഒരു പ്രഹേളികയായി നിലകൊള്ളുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ജലധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ അർച്ചന, മൃത്യുഞ്ജയ ഹോമം എന്നിവയാണ്. കൽഹാരയുടെ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത അധ്യായത്തിലേക്ക് പുതിയ ഒരു ക്ഷേത്രവുമായി നമ്മൾ പോകുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.